വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്ന് വർഗീയവാദിയാക്കി മാറ്റി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, അതിൽ ഒരു കാര്യമുള്ളത്, പറഞ്ഞത് വെള്ളാപ്പള്ളി ആണെങ്കിലും അത് പറയേണ്ട കാര്യമായിരുന്നു എന്ന കാര്യം ഇവർ മറന്നുപോവുകയാണ്. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി നടത്തിയത് ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റാണ്. വസ്തുത പറഞ്ഞു എന്ന് മാത്രം. എന്താണ് ആ വസ്തുത? ആ വസ്തുത പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഒരു വിദ്യാലയം പോലും എയ്ഡഡ് മേഖലയിലില്ല. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ മലപ്പുറത്ത് എത്ര വിദ്യാലയങ്ങളുണ്ട് എയ്ഡഡ് മേഖലയിൽ? എനിക്ക് ലഭിച്ച കണക്ക് പ്രകാരം 810 വിദ്യാലയങ്ങൾ, പ്രൈമറി തുടങ്ങി ഹയർ സെക്കൻഡറി വരെ എയ്ഡഡ് മേഖലയിലുണ്ട്. 810. അതിൽ 26% ഹിന്ദുക്കളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ 810ൻ്റെ 26% എന്ന് പറഞ്ഞാൽ മിനിമം 200 എണ്ണമെങ്കിലും ഹിന്ദുക്കൾക്ക് ലഭിക്കേണ്ടതാണ്, മിനിമം. അതിൽ ഏറ്റവും വലിയ സമുദായം ഹിന്ദു സമുദായമായിട്ടുള്ള ഈഴവർക്ക് ഒരു 10-16% ഉണ്ട്. 26-ൽ 10-16% വരുന്ന ഈഴവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുസരിച്ചിട്ട് ഒരു 10-80 വിദ്യാലയങ്ങൾ ലഭിക്കേണ്ടതാണ്, ഇല്ലേ? അതെ. പക്ഷേ എന്താണ് അവിടുത്തെ ഒരവസ്ഥ? ഇതിൽ 700 വിദ്യാലയങ്ങൾ മുസ്ലിംസിനുള്ളതാണ്. 810-ൽ 20 എണ്ണം ക്രിസ്ത്യൻസിനുള്ളതാണ്. ബാക്കി 90 എണ്ണം ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെന്ന് വരില്ലേ? അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ 90 എണ്ണത്തിൽ ഒരു 66 എണ്ണം എന്ന് പറയുന്നത് ആരംഭകാലത്ത് വ്യക്തികൾ ആരംഭിച്ചിരുന്ന വിദ്യാലയങ്ങളാണ്, കുടുംബത്തിലെ വ്യക്തികൾ. അത് ആ കുടുംബത്തിൻ്റേതാണ്. ആ കുടുംബം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതൊരു സമുദായത്തിൻ്റേതല്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ 810 വിദ്യാലയങ്ങൾ എയ്ഡഡ് മേഖലയിൽ അനുവദിച്ചിട്ടുള്ള ഒരു ജില്ലയിൽ ഒരെണ്ണം പോലും ഈഴവർക്ക് അനുവദിക്കാതിരിക്കുന്നു എന്ന വസ്തുത, അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് വർഗീയതയാകുന്നത് എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു തരൂ. ഇതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അതെ. ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വർഗീയത. ഈ 810-ൽ 720 കൈയടക്കിയത് സെക്കുലറിസവും. അതെങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവും? അതൊരു പ്രശ്നമല്ലേ? അതെ. അപ്പോൾ ഈ എയ്ഡഡ് സെക്ടറിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? എയ്ഡഡ് സെക്ടറിന് കൊടുക്കുന്ന പണം എവിടെ നിന്നാണ്? സർക്കാരിൻ്റെ പണമാണ്. സർക്കാരിൻ്റെ പണമാണ് ശമ്പളവും പെൻഷനും മറ്റുമായിട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ 26% വരുന്ന ജനങ്ങളിൽ, ആ ജനങ്ങൾക്ക് ഈ അവിടെ സ്പെൻഡ് ചെയ്യുന്ന പണത്തിൽ ഒരു പങ്കും ലഭിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ജില്ലയിൽ അതെങ്ങനെയാണ് മാന്യതയാകുന്നത്? അത് പറഞ്ഞാൽ തകരുന്നതാണോ സെക്കുലറിസം? ഈ വസ്തുത ഒരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സെക്കുലറിസം തകർന്നു പോകുമോ? സെക്കുലറിസം തകർന്നു പോകുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അത് തന്നെ കേട്ടിട്ടാണ് കോൺഗ്രസും പറയുന്നത്. അതേ കാര്യം തന്നെ മാധ്യമങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. അല്ല, ഇവർക്കെന്താ ഈ കണക്കൊന്നും നോക്കാൻ പാടില്ലേ? കണക്കറിയാഞ്ഞിട്ടാണോ? അല്ല, വേറെയും കണക്കുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7140 എയ്ഡഡ് വിദ്യാലയങ്ങളാണ് കേരളത്തിലാകെ ഉള്ളത്. അതിലെ 2610 ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. 1400-ലധികം മുസ്ലിങ്ങൾക്കുണ്ട്.
ബാക്കിയുള്ളതാണ് ഹിന്ദുക്കൾക്കുള്ള. എത്ര ശതമാനം വരും? ഏതാണ്ട് ഒരു 60-65% ഈ രണ്ട് വിഭാഗങ്ങൾ കൂടി കൈയടക്കി വച്ചിരിക്കുന്നു. ബാക്കിയുള്ളതാണ് ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവർക്കുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി സർക്കാർ ഓരോ വർഷവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന പണം, ആ പണം ഈ കമ്മ്യൂണിറ്റികളിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടം കൊണ്ടും കഴിയുന്നില്ല. എയ്ഡഡ് കോളേജുകൾ 180 എയ്ഡഡ് കോളേജുകളുണ്ട്. 180 എണ്ണം. 66 ഗവൺമെൻറ് കോളേജുകളേ ഉള്ളൂ. അതിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ 664 ഉണ്ട്. സെൽഫ് ഫിനാൻസിങ് നമ്മൾ കൂട്ടേണ്ട, അത് കാശുള്ളവർ തുടങ്ങിയിരിക്കുന്നതാണല്ലോ. എയ്ഡഡ് കോളേജുകളിൽ 130 എണ്ണം ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, 20 എണ്ണം മുസ്ലിങ്ങൾക്കുണ്ട്. ബാക്കി അവശേഷിക്കുന്നതാണ് ഹിന്ദുക്കൾക്കുള്ളത്. ഇതിൽ ഒരു അനീതി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിലൊരു അനീതി ഉണ്ടല്ലോ. ഉണ്ട്. ഇനി മലപ്പുറത്ത് തന്നെ മറ്റൊരു കാര്യമുണ്ട്. മലപ്പുറത്ത് ഒരു എയ്ഡഡ് കോളേജ് 1981 അനുവദിച്ചിട്ടുണ്ട്. അതാണ് ചുങ്കത്തറയിലുള്ള കോളേജ്. അത് കൊടുത്തിരിക്കുന്നത് മാർത്തോമ ക്രിസ്ത്യാനിക്കാണ്. 0.25% മാർത്തോമ ക്രിസ്ത്യാനികൾ അവിടെ ഇല്ല. അപ്പം അത് എന്നാൽ അതൊരു ഹിന്ദു ഓർഗനൈസേഷന് കൊടുക്കാമല്ലോ. അപ്പോൾ ഉടനെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ, ഈ പ്രശ്നമുണ്ടാക്കിയ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അത് ഈ ഗവൺമെൻറ് വന്നിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല എൻ്റെ മറുപടി. അതുകൊണ്ട് ആ മറുപടി ഞാൻ പറയുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അവർ നയപരമായൊരു തീരുമാനം എടുത്തു. അതെന്താണെന്ന് വെച്ചാൽ, എയ്ഡഡ് മേഖലയിൽ ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടതില്ല. എന്താ കാരണം? എയ്ഡഡ് മേഖലകളിലും ഗവൺമെൻറ് തലത്തിലും എല്ലാം ഡിവിഷൻ ഫാൾ വരുന്നു, കുട്ടികൾ കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇക്കണോമിക്കലി വയബിളല്ലാത്ത സ്കൂളുകൾ വരുന്നു. ഇനി ആ രംഗത്ത് കൂടുതലായിട്ട്, അത് കാരണം പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് വരുന്നു. ആ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് വലിയ തുക മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ രംഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങേണ്ടതില്ല എന്നുള്ളത് ശരിയായ തീരുമാനമാണ് ഈ ഗവൺമെൻറ് എടുത്തത്. ഗവൺമെൻറ് ഇതാണെങ്കിൽ എടുത്ത തീരുമാനം ശരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ ഇപ്പം കൊടുക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ ഒരു പോളിസി ഇല്ല. പക്ഷേ എയ്ഡഡ് സെക്ടറിൽ ഈ സാധനങ്ങളെല്ലാം കൊടുത്തിരുന്ന കാലത്ത് ഇവർക്ക് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതിനൊരു മറുപടി വേണ്ടേ? എയ്ഡഡ് സെക്ടറിൽ ഇത് കൊടുത്തിരുന്ന കാലത്ത് ഇവർക്ക് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഈ ചുങ്കത്തറയിൽ കോളേജ് കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സെക്കുലറിസ്റ്റായ ബേബി ജോൺ ആയിരുന്നു. സെക്കുലറിസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് കൊടുത്തതെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കാൻ വേണം. അതെങ്ങനെ ശരിയാകും? അദ്ദേഹം RSPക്കാരനായിരുന്നല്ലോ. അതെ. RSPയുടെ സെക്കുലറിസം സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി അനുവദിച്ചപ്പോഴും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ഹയർ സെക്കൻഡറി അനുവദിച്ചപ്പോൾ ഒരു നോം ഉണ്ടാക്കി. ആ നോം അനുസരിച്ചിട്ട് ക്രിസ്ത്യൻ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് ഹയർ സെക്കൻഡറി കിട്ടുകയുള്ളായിരുന്നു. അത് അനുവദിച്ചു കൊടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ സർക്കാരിൻ്റെ റവന്യൂവിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നൊരു മേഖലയാണിത്. ആ മേഖലയിൽ ഒരിടത്തു പോലും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിനൊരെണ്ണം ഇല്ല. ഈ സ്ഥാപനങ്ങളിൽ എത്ര ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് അവർക്ക് ഉദ്യോഗം കിട്ടുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അങ്ങനെ അടിമുടി അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞു നിൽക്കുന്നൊരു രംഗമാണ് എയ്ഡഡ് മേഖല എന്ന് പറയണം. ആ എയ്ഡഡ് മേഖലയിൽ ഒരെണ്ണം പോലും ഇല്ല, മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ തകരുന്നതാണ് സെക്കുലറിസം എന്നുണ്ടെങ്കിലേ ആ സെക്കുലറിസം തകരട്ടെ എന്ന് പറയുന്നതാണ് ശരി. അത് തകരണം. കാരണം അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പറയുന്ന കാരണം എന്താണ്? അത് നമ്മളതിനെ സഹിഷ്ണുത, ആരാണ് സഹിഷ്ണുതയോടെ കാണേണ്ടത്?
കിട്ടാത്തവൻ തനിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല. അതാണ് സഹിഷ്ണുത എന്നാ പറയണത്. അവൻ അർഹമായത് തട്ടിയെടുത്ത് തട്ടിപ്പറിച്ചെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത് സഹിഷ്ണുതയാണ്. അത് നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അസഹിഷ്ണുത കാണിക്കുകയും അക്രമം കാണിക്കുകയും സർക്കാരിൻ്റെ പൊതുപ്പണം തട്ടിയെടുക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടണം എന്നൊരാൾ പറയുന്നതിനെയാണ് ഇവരെന്ത് പറയുന്നത്? വർഗീയവാദി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വർഗീയവാദമാകുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? അദ്ദേഹം സമുദായ നേതാവാണ്, രാഷ്ട്രീയ നേതാവല്ല. തൻ്റെ സമുദായത്തിന് അർഹമായത് മലപ്പുറത്ത് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് വസ്തുതയാണ് എന്നുള്ള കാര്യം കണക്ക് കള്ളം പറയില്ല, കണക്ക് ശരിയാക്കുന്നു. അപ്പോഴാണ് പറയുന്നത് മിണ്ടരുത്, അത് മിണ്ടിക്കഴിഞ്ഞാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയാകും, നമ്മുടെ സെക്കുലറിസം തകരുമെന്ന്. ഇവർ ആരെയാണ് ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അങ്ങനെ ഈ രാജ്യത്ത് അതിദരിദ്രരായിട്ട് ജീവിക്കുന്ന ഹിന്ദുക്കൾ അവരുടെ അവകാശങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണോ ഈ രാജ്യത്തെ സെക്കുലറിസം? അത് ചോദ്യം കൂടി ഉണ്ടല്ലോ. അതെ. ബാക്കി അധികാരത്തിലും പണത്തിലും പദവിയിലും എല്ലാം സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾ, സമ്പത്തിൽ, രാഷ്ട്രീയ അധികാരത്തിൽ, സാമൂഹിക അധികാരത്തിലെല്ലാം സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിൻ്റെ പണം അനർഹമായി കൈയടക്കി അവർക്കിടയിൽ തന്നെ വിതരണം ചെയ്യുമ്പോൾ ഒന്നും കിട്ടാത്തവൻ മിണ്ടാതിരിക്കണം. അങ്ങനെ മിണ്ടാതിരുന്ന് സംരക്ഷിക്കേണ്ടതാണ് ഈ രാജ്യത്തെ സെക്കുലറിസം എന്നാണ് കോൺഗ്രസും ലീഗും ഒരുമിച്ച് പറയുന്നത്. നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് വേണം. ഇന്ത്യ ലൈവിനെ ഇതൊക്കെ പറയാൻ ഇനിയും കഴിയണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക, നമ്മുടെ പ്രൊഫൈൽ തെളിഞ്ഞു വരുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ഒപ്പം ബെല്ലൈക്കണം അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം.